ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Dfilter കുക്കിംഗ് വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ കൊണ്ടുള്ള കപ്പ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചിക്കന് പകരമായിട്ട് ബീഫോ അതുപോലെ മട്ടനോ കൊണ്ടും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതങ്ങനെ വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റിയുമായിട്ട് തയ്യാറാക്കി എടുക്കുന്നത് കാണാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ പുതിയതായിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റെസിപ്പിയിലേക്ക് പോകാം. കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കപ്പ വേവിച്ചെടുക്കണം. 1.5 കിലോ കപ്പയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. കപ്പ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നാരെല്ലാം എടുത്തു കളഞ്ഞിട്ടുണ്ട്. കപ്പ നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കപ്പ വാങ്ങിക്കുന്ന സമയത്ത് നല്ലതുപോലെ വേവുന്ന കപ്പ തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കത് വേവിച്ചെടുക്കണം. ഈ കപ്പ വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചധികം വെള്ളം ഒഴിച്ചതിന് ശേഷം വേണം നമുക്കിത് വേവിച്ചെടുക്കേണ്ടത്. കപ്പ വേവിച്ചതിന് ശേഷം വെള്ളം ഊറ്റിക്കളയേണ്ടതാണ്. കപ്പയിലുള്ള വിഷാംശം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഊറ്റിക്കളയുന്നത്. കപ്പ തന്നെ പലതരമുണ്ട്, കയ്പുള്ളതും കയ്പില്ലാത്തതും. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനു വേണ്ടി ചിക്കൻ വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ 1 കിലോ ചിക്കനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതേ രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. വേവിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ആദ്യം നമുക്ക് ചിക്കനിലേക്ക് മസാല പുരട്ടി വെക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് രൂപത്തിലുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഞാനിപ്പോൾ ചതച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഒരു ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. കൈവച്ച് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കിത് അരമണിക്കൂർ അടച്ചു വെച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ചിക്കനിൽ ചേർത്തിരിക്കുന്ന മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടി നമുക്ക് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. അടച്ചു വെച്ചതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. 1 മണിക്കൂർ സമയം വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കേണ്ടതാണ്. ഇനി നമുക്കൊരു കടായി അടുപ്പിൽ വെക്കാം. കടായി നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി നമ്മൾ എടുക്കുന്നത് കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ കപ്പ ബിരിയാണിക്ക് കിട്ടാൻ പോകുന്നത്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ചെറുതായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന ചെറിയുള്ളിയും വലിയുള്ളിയും നന്നായിട്ട് വഴന്ന് വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സാക്കി കൊടുക്കാം. രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം നമുക്ക് വഴറ്റി കൊടുക്കാം.
ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയത്ത് 2 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് ഞാൻ ഇതിന് എടുത്തിരുന്നത്. 20 ചെറിയുള്ളിയും അരിഞ്ഞു വെച്ചിരുന്നു, അതും ഇതിലേക്ക് ചേർത്തു. അപ്പോൾ ഉള്ളിയും മസാലയും എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. 2 തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മിക്സാക്കി കൊടുക്കാം. ചിക്കൻ വേവുന്ന സമയത്ത് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. ആദ്യം ഫുൾ ഫ്ലെയിമിൽ ഇട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ചിക്കൻ വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. തേങ്ങ നന്നായിട്ട് വെന്തിട്ട് ബ്രൗൺ കളറായി വരണം, അതുവരെ വറുത്തെടുക്കാം. തേങ്ങയിലെ വെള്ളമെല്ലാം വറ്റി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം, അല്ലെങ്കിൽ ഇതിലിരുന്ന് കരിഞ്ഞു പോകും. നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. വെള്ളം ഇതിലൊരു തുള്ളി പോലും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ചിക്കനിൽ നിന്ന് വന്ന വെള്ളം മാത്രമാണ്. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. കുറച്ചൊന്ന് ഗ്രേവി പോലെ ആയിരിക്കണം. അധികം വെള്ളം ഇതിൽ ഉണ്ടാവാനും പാടില്ല. ചിക്കൻ വേവുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ചിക്കനിലുള്ള വെള്ളമെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കണം. നേരത്തെ കപ്പ നമ്മൾ വേവിച്ച് വെച്ചു. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ആദ്യം കുറച്ചായി ഇട്ട് കൊടുക്കാം. അതിനുശേഷം മിക്സാക്കി കൊടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന കപ്പ കുറച്ചൊന്ന് ഉടഞ്ഞിരിക്കണം. കപ്പ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തു. കുറച്ചൊന്ന് കപ്പ ഉടഞ്ഞിരിക്കണം, എന്നാൽ കുറച്ച് ഉടയാനും പാടില്ല, അതേപോലെ ഇരിക്കണം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പം നമ്മുടെ കപ്പ ബിരിയാണി
റെഡിയായി. ഇനി നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കാം. എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ? നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കുക. കപ്പ ബിരിയാണി കഴിച്ചോളൂ. എങ്ങനെയുണ്ട് കപ്പ ബിരിയാണി? അടിപൊളി. വെരി ടേസ്റ്റി. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിക്കൻ കൊണ്ടുള്ള കപ്പ ബിരിയാണി റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ.